ഈശ്വമിശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ. ഈശോ നമ്മളെല്ലാവരെയും സമ്മർദ്ദമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിലെ 19-ാം അധ്യായത്തിലെ 41-ാം തിരുവചനം വായിക്കാം. അവൻ ക്രൂശിക്കപ്പെട്ട സ്ഥലത്ത് ഒരു തോട്ടമുണ്ടായിരുന്നു. ആ തോട്ടത്തിൽ അതുവരെ ആരെയും സംസ്കരിച്ചിട്ടില്ലാത്ത ഒരു പുതിയ കല്ലറയും ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. മാനവരാശിയുടെ ചരിത്രം ആരംഭിക്കുന്നത് ഒരു തോട്ടത്തിലാണ്. അതിൻ്റെ ഒടുക്കവും ഒരു തോട്ടം തന്നെ. ഉൽപ്പത്തിയിൽ തുടങ്ങിയ തോട്ടത്തിലേക്ക് വെളിപ്പാട് ഒടുക്കം കൂട്ടിക്കൊണ്ടുപോകുന്നു. തോട്ടത്തിൻ്റെ ഗ്രീക്ക് ഭാഷയാണ് പർദീസ. അന്ന് പർദീസയ്ക്ക് പുറത്തായത് ജീവൻ്റെ വൃക്ഷത്തിൽ നിന്നും ഫലം പറിച്ചിട്ടാണ്. ഉൽപ്പത്തി പുസ്തകത്തിലെ 3-ാം അധ്യായത്തിലെ 22-ാം തിരുവചനം. ഇന്ന് പർദീസയിൽ പ്രവേശിക്കുന്നത് ജീവൻ്റെ വൃക്ഷത്തിന്മേൽ അവകാശം ലഭിക്കാനാണ്. വെളിപ്പാട് പുസ്തകത്തിലെ 22-ാം അധ്യായത്തിൽ 14-ാം തിരുവചനം. ദൈവവും മനുഷ്യനും മൃഗങ്ങളുമൊക്കെ ഒരുമിച്ച് പാർത്തു ഏദനിൽ. മനുഷ്യൻ്റെ പതനവും ആ തോട്ടത്തിലായിരുന്നു. മനുഷ്യൻ്റെ ജീവിതം ഇന്നും തോട്ടത്തിലാണ്. വീഴുകയും എഴുന്നേൽക്കുകയും ചെയ്യുന്നത് തോട്ടത്തിൽ. തോട്ടത്തിൻ്റെ ഉടയവൻ തോട്ടക്കാരനായി നിയോഗിച്ചവനാണ് ആദം. സൃഷ്ടിക്ക് മുഴുവൻ പേരിടാൻ അധികാരമുള്ളവൻ. വെറുതെ പേരിടുകയല്ല, മൃഗങ്ങളെയും മറ്റു ജീവജാലങ്ങളെയും സ്വഭാവം അറിഞ്ഞ് അതിനെ തോട്ടത്തിൽ യഥാസ്ഥാനത്ത് പ്രതിഷ്ഠിക്കുകയാണ് ചെയ്യുന്നത്. പേരിടുമ്പോൾ, പേര് ചൊല്ലി വിളിക്കുമ്പോൾ ആദത്തിന് അതിൻ്റേതിന്മേൽ അധികാരമുണ്ടായിരുന്നു. പക്ഷേ സകലതും താറുമാറായി തോട്ടക്കാരൻ ഉടമസ്ഥനാകാൻ ശ്രമിച്ചപ്പോൾ അവൻ പേരിട്ട് വിളിച്ച മൃഗങ്ങൾ പോലും അവനെതിരായി. തോട്ടക്കാരനെ പുറത്താക്കാതെ വഴിയില്ല. ക്രിസ്തു ഉത്ഥാനം ചെയ്ത് തോട്ടത്തിലാണെന്നും ആദിമോനെ കണ്ടപ്പോൾ തോട്ടക്കാരനായി തോന്നിയെന്നും മറിയം മഗ്ദലന അറിയുന്നു. ശ്രദ്ധിക്കുക, മനുഷ്യവംശത്തിൻ്റെ എന്നത്തെയും തോട്ടക്കാരൻ ക്രിസ്തു തന്നെ. 2 തോട്ടങ്ങൾ വളരെ പ്രധാനമാണ്. ഏദനും ഗദ്സ്മനും പരീക്ഷകളുടെ സ്ഥലമാണ് രണ്ടും. ആദം വീഴുന്നത് ഏദനിലെങ്കിൽ രണ്ടാം ആദം പിടിച്ചു നിൽക്കുന്നത് ഗദ്സ്മിലാണ്. ആദ്യ ആദം ഏദനിൽ ദൈവത്തെ തനിച്ചാക്കി, രണ്ടാം ആദം ഗദ്സ്മനിൽ ദൈവത്തെ ചേർത്ത് പിടിച്ചു. ഏദനിൽ അനുസരണക്കേടിൻ്റെ കനിയിൽ മാനവരാശിയുടെ ചരിത്രം മാറി. ഗദ്സ്മനിൽ അനുസരണത്തിൻ്റെ പാനപാത്രത്തിൽ രക്ഷയുടെ ചരിത്രം കൊടിയേറി. റോമായുടെ ലേഖനത്തിലെ 5-ാം അധ്യായത്തിലെ 12 മുതൽ 16 ഇതിന് വിശദമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. വീടിന് ചുറ്റും തോട്ടമുണ്ടാകുന്ന തിരക്കിലാണ് നാം. യഥാർത്ഥത്തിൽ തോട്ടത്തിന് നടുവിലല്ലേ നമ്മുടെ വീട്. ചെടികളിൽ ഇതൾ വിരിയുന്നതും മുട്ടിടുന്നതും പൂവിടുന്നതും അത് കൊഴിയുന്നതുമൊക്കെ വീട്ടിലിരുന്ന് നമുക്ക് കാണാൻ സാധിക്കും. ആ പൂവാണ് നാം ഒക്കെ. ആടിലിയുമ്പോൾ ചേർത്ത് പിടിക്കാൻ തോട്ടക്കാരനായി ക്രിസ്തുവുണ്ട്. വരണ്ടുണങ്ങുമ്പോൾ ജലം തരാനും കൊഴിഞ്ഞു വീഴുമ്പോൾ വീണ്ടും പുഷ്പിക്കാനും ഈ തോട്ടക്കാരൻ എല്ലാം ചെയ്യുന്നു. ഉദ്യാനം നോക്കി ജീവിതം കൊണ്ടുപോകുന്നവർക്ക് നിരാശ വരില്ല. തോട്ടത്തിന് നിങ്ങളെ ഭീഷ്മിപ്പിക്കാനാവില്ല. യോഹന്നാൻ എഴുതി, കെദ്രോൻ അരുവിയുടെ അക്കരെ ഒരു തോട്ടമുണ്ടായിരുന്നു. യോഹന്നാന്റെ സുവിശേഷത്തിലെ 18-ാം അധ്യായത്തിലെ 1-ാം തിരുവചനം. ഒലിവ് മലയുടെ അടിവാരത്തുള്ള കൃഷിസ്ഥലമാണിത്. എണ്ണ ആട്ടിയെടുക്കുന്ന ചക്ക അവിടെ ഉണ്ടായിരുന്നു കൊണ്ടാണ് ആ കൃഷിസ്ഥലത്തെ ഗദ്സ്മനി എന്ന് വിശേഷിപ്പിച്ചത്. യേശുവും ശിഷ്യന്മാരും ഇടയ്ക്കിടെ അവിടെ പോകും, വിശ്രമിക്കും. എന്നാൽ അവൻ കുരിശിൽ മരിക്കേണ്ടതിൻ്റെ രാത്രിയിൽ പോയത് ആ ചക്കിൻ്റെ തൻ്റെ ജീവനെ തന്നെ ആട്ടിയെടുക്കാനാണ്. ഒലിവിൻ കായ്കൾ ചക്കിൽ ആട്ടിയെടുക്കുന്നത് പോലെ ഗദ്സ്മനിൽ അവൻ ആത്മന പിഴിഞ്ഞെടുക്കപ്പെട്ടു. തുടർന്ന് പുരോഹിതരുടെയും പിലാത്തോസിൻ്റെയും കയ്യപ്പയുടെ മുമ്പിൽ മണിക്കൂറുകൾ അവർ ചതഞ്ഞമർന്നു. നീണ്ട മണിക്കൂറുകൾ കുരിശുമായി നടക്കുമ്പോൾ ആ ശരീരം തകർന്നത് വ്യാഖ്യാനിക്കാവുന്നില്ലത്രേ. ഒടുക്കം കാൽവരിക്കുന്നിൽ കുരിശിലുയരുമ്പോൾ ഒലുകായിൽ നിന്നും എണ്ണയിൽ നിന്നും ഒഴുകുന്ന പോലെ അവസാന തുള്ളി പോലും ഊറ്റിയെടുക്കപ്പെട്ടു. അടക്കം ചെയ്യുമ്പോൾ തെരഞ്ഞെടുത്തതും ഒരു തോട്ടം തന്നെ. അരിമത്യക്കാരൻ ജോസഫിൻ തോട്ടത്തിൻ്റെ കല്ലറ. യോഹന്നാന്റെ സുവിശേഷത്തിലെ 19-ാം അധ്യായത്തിലെ 41 നമ്മൾ വായിച്ചു കേട്ടതാണ്.
സുന്ദരമായ തോട്ടത്തിൽ നിർമ്മിച്ച കല്ലറ. യഹൂദരോടുള്ള ഭയനിമിത്തമാണ് ഇയാൾക്ക് ശിഷ്യനാകാൻ പറ്റാതെ പോയതെന്ന് യോഹന്നാൻ പറയുന്നുണ്ട്. എന്നാൽ ക്രിസ്തുവിൻ്റെ ശരീരം അവനെ തേടിയെത്തി. സുന്ദര ഉദ്യാനമെന്ന് കരുതി ജീവിക്കുന്നതിനിടയിൽ നിത്യതയ്ക്ക് ഒരു അല്പം ഇടം നിങ്ങൾ നൽകിയാൽ ക്രിസ്തു നിങ്ങളെ തേടി വരാതിരിക്കില്ല. നിങ്ങളുടെ തോട്ടങ്ങളിൽ അവൻ വിശ്രമിക്കും, ഉത്ഥാനം ചെയ്യും. നമുക്ക് മനസ്സിലാക്കണം, നമ്മളെല്ലാം ഈ തോട്ടത്തിലെ വസ്തുക്കളാണ്. തോട്ടക്കാരൻ ക്രിസ്തുവാണ്. തോട്ടക്കാരൻ അനുസരിച്ച്, തോട്ടക്കാരൻ്റെ ഇംഗിതമനുസരിച്ച് അവൻ ചെടികളെ വെട്ടിയൊരുക്കും, കിളയ്ക്കും, ഉഴുതുമറയ്ക്കും, വെള്ളമൊഴിക്കും. നമുക്ക് അതിനുവേണ്ടി നിലകൊള്ളണം. എങ്കിൽ മാത്രമേ സുന്ദരമായ പുഷ്പങ്ങൾ ആ തോട്ടത്തിൽ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ടാണ് തോട്ടം നമ്മുടെ ഉൽപ്പത്തി പുസ്തകത്തിൽ തൊട്ട് വെളിപ്പാട് വരെ എല്ലാവരുടെയും വരച്ചു കാണിക്കുന്നത് ഈ തോട്ടത്തെ തന്നെയാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്ക് തോട്ടത്തെ കാണുന്നുണ്ട്. പിന്നെ അവസാന ബുക്കിലുമായ വെളിപ്പാടിലും തോട്ടത്തെ കാണിക്കുന്നുണ്ട്. യേശു മരിക്കപ്പെടുന്നതും പിടിക്കുന്നതും എല്ലാം തോട്ടത്തിൽ തന്നെയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കണം, ജീവിതമാകുന്ന നമ്മുടെ എല്ലാം ജീവിതം, അല്ലെങ്കിൽ ഈ വലിയ ജീവിതം നമുക്ക് തന്നിരിക്കുന്നത് ദൈവത്തിൻ്റെ ദാനമാണ്. അതുകൊണ്ട് ആ തോട്ടത്തിലൂടെ ജീവിച്ചു പോകാനായിട്ട് നമ്മളെല്ലാവരും ഒരുക്കണം, നമുക്ക് ഒരുങ്ങണം. ഈ നോമ്പ് കാലത്തിലേക്ക് നമ്മളെ ഓരോരുത്തരും ഒരുക്കട്ടെ. നമുക്ക് കർത്താവിന് വിട്ടുകൊടുക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. രക്ഷകനായ യേശുവേ, ഞങ്ങളുടെ ജീവിത ഉദ്യാനത്തിൽ നിനക്കൊപ്പം ചരിക്കുമ്പോൾ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപകൾ നൽകണമേ. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ വചനം കേൾക്കുന്ന എല്ലാ മക്കളിലേക്കും നിന്റെ കൃപകൾ ഒഴുക്കണമേ നാഥ. നിന്നോടൊപ്പം ആയിരിക്കാനായിട്ട് ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ.